ആം ആദ്മി പാർട്ടി കുടുംബാധിപത്യത്തിലേക്കെന്ന ആരോപണവുമായി ബി.ജെ.പി. രംഗത്ത്. മദ്യനയ അഴിമതി കേസിൽ ഇ.ഡി. കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പി. രാജ്ഘട്ടിൽ പ്രതിഷേധിച്ചു. രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന ശക്തികൾ രാജ്യത്തിനകത്തും പുറത്തുമുണ്ടെന്നും ഇവരെ മനസ്സിലാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും തോൽപ്പിക്കണമെന്നും ഇ.ഡി. കസ്റ്റഡിയിൽ നിന്നുമുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശത്തിൽ പറയുന്നു. കെജ്രിവാളിന്റെ സന്ദേശം മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചത് ഭാര്യ സുനിതയാണ്. കെജ്രിവാളിന്റെ ഭാര്യയുടെ വാർത്താ സമ്മേളനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ആം ആദ്മി പാർട്ടി കുടുംബാധിപത്യ പാർട്ടിയായി മാറുന്നെന്ന് ബി.ജെ.പി. ആരോപിക്കുന്നത്. കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ജയിലിൽ കിടന്ന് ഭരണം നടത്തുമെന്നത് വെല്ലുവിളിയാണെന്നും ബി.ജെ.പി. പറയുന്നു. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പി. രാജ്ഘട്ടിൽ പ്രതിഷേധിച്ചു. മദ്യനയ അഴിമതിയിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന നിലപാടാണ് ബി.ജെ.പി. സ്വീകരിക്കുന്നത്. ഇ.ഡി. അന്വേഷണം ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടിയുടേത്. അതിനിടെ ഇ.ഡി. കസ്റ്റഡിയിൽ നിന്ന് പുറപ്പെടുവിച്ച സന്ദേശത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന ശക്തികൾ രാജ്യത്തിനകത്തും പുറത്തുമുണ്ടെന്നും ഇവരെ മനസ്സിലാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും തോൽപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്തു. അറസ്റ്റിൽ അത്ഭുതമില്ല. ഡൽഹിയിലെ വനിതകൾ കെജ്രിവാൾ അഴിക്കുള്ളിലാണെന്നത് ഓർത്തുവെക്കണമെന്നും ജനങ്ങളുടെ അനുഗ്രഹം തനിക്കൊപ്പമുണ്ടെന്നും സന്ദേശത്തിൽ കെജ്രിവാൾ പറയുന്നു. കുടുംബത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുപാട് നാൾ ജയിലിൽ അടയ്ക്കാൻ കഴിയില്ലെന്നും വേഗം പുറത്തുവരുമെന്നും കെജ്രിവാൾ സന്ദേശത്തിൽ പറയുന്നു. കെജ്രിവാളിന്റെ ഭാര്യ സുനിതയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ സന്ദേശം വായിച്ചത്. അതിനിടെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ബി.ആർ.എസ്. നേതാവ് കവിതയുടെ കസ്റ്റഡി കാലാവധി റോസ് അവന്യൂ കോടതി മാർച്ച് 26 വരെ നീട്ടി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.